എണ്ണയുടെ കൂടെ കുറയ്ക്കുവാണ് ഇപ്പോൾ റഷ്യ എന്നൊക്കെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എണ്ണ വില മാത്രം ഇപ്പോഴും കുറയുന്നില്ല. അതൊരു സമ്മാനം തരുമോ ഉടനെങ്ങാനും? ഈ നമ്മുടെ പെട്രോൾ ഡീസൽ അത് GST അല്ലെങ്കിലും പൊതുവെ ആളുകൾ ചോദിക്കുന്നത് അതിൽ കുറവ് വരുത്തിയാൽ തന്നെ വലിയ തോതിൽ വില അല്ല, അത് GST വരുന്നില്ല. അതായത് നമുക്കറിയാവില്ല, അതിൻ്റെ ടാക്സാണ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റവന്യൂ വിഭവ സമാഹരണത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇന്ത്യയിൽ അതെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾ അവരുടെ ടാക്സ് ചുമത്തും. അതിൻ്റെ കാരണം ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇറക്കുമതി കുറഞ്ഞില്ല എങ്കിൽ, അതായത് അതിൻ്റെ ഉപഭോഗം പരിമിതപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകരും. അങ്ങനെ വളരെയധികം കുറയിച്ചിട്ടുള്ള ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തകർന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് GSTയിലും പെടുത്താത്തത്. അത് സാമ്പത്തികമായിട്ടുള്ള ബാലൻസിങ്ങിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ അമേരിക്കയോട് വരെ പിണങ്ങിയ ആവശ്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക വരെ നമ്മളോട് പിണങ്ങി. എന്നിട്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ലെന്നുള്ളതാണ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിച്ചല്ലോ. അത് നിങ്ങളാണ് അതിനെപ്പറ്റി പഠിക്കേണ്ടതും നിങ്ങളാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തിലെ രാജ്യങ്ങൾ തന്നെ തകർന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ടത് നിങ്ങൾ ജനങ്ങളെ ബോധിക്കണം. പിന്നെ നമ്മൾ സ്വദേശി ആയിട്ടുള്ളത് വാങ്ങിക്കുക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഏത് കമ്പനിയുടെ ആയാലും അത് വാങ്ങിക്കുക, അതിനുള്ള പ്രചരണവും കൊടുക്കുക. ഏത് കമ്പനി ആയാലും ഇന്ത്യക്കാരൻ്റെ ഒരു തുള്ളിയെങ്കിലും വേർപ്പുള്ളതേ വാങ്ങിക്കാവുള്ളൂ. അപ്പോൾ എല്ലാത്തിനും പരിഹാരമായി ആവും. മറ്റൊന്ന്, ഈ BJPയിലെ കുത്തഴിഞ്ഞ സാമ്പത്തിക സമത്വമാണ് തിരുവനന്തപുരത്ത് ഒരു ജനപ്രതിനിധിയോട് ചേർന്ന് MA ബേബി